വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആണ്. അതിനുള്ള മെറ്റീരിയൽസ് നോക്കാം. ബീഡ്സ്, ലോറിയൽസ്, ജംബ് റിങ്സ്, ഗിയർ ലോക്ക്, ട്യൂബ്സ്, കുന്താൻ, ബാക്ക് ചെയിൻ, ഗിയർ വയർ, ദെൻ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഗിയർ വയർ എടുക്കാം. ഗിയർ വയറിൻ്റെ ലെങ്ത്ത് നമ്മുടെ മാലയ്ക്ക് അല്ലെങ്കിൽ നെക്ലസിന് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയൊരു നെക്ലസിൻ്റെ വലുപ്പത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ആവറേജ് വെച്ച് നോക്കിയിട്ട് അളവെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് തന്നെ ഗിയർ ലോക്ക് കോർക്കാം. ഗിയർ ലോക്ക് കോർത്ത ശേഷം ഒരു ജംബ് റിങ് പറഞ്ഞാൽ നമ്മുടെ വട്ടക്കണ്ണി തന്നെയാണ്, അത് കോർക്കുക. അതിനുശേഷം വീണ്ടും അത് തിരിച്ച് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്ത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായി പ്ലെയർ യൂസ് ചെയ്ത് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ട് തന്നെ ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കായി. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഹുക്ക് കോർക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഗിയർ ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ ലോക്ക് കോർത്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ഗോൾഡൻ കളർ കുഞ്ഞു മുത്ത് കോർത്തു. അതിനുശേഷം ഒരു ട്യൂബ്, കുറച്ച് ബെൻഡ് ചെയ്തിട്ടുള്ള ട്യൂബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ട്യൂബിന് ഒരെണ്ണത്തിന് 1 രൂപയാണ് വില വരുന്നത് കേട്ടോ. നമ്മൾ ഈ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വരുന്ന വയർ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതിങ്ങനെ ഈ ട്യൂബിൻ്റെ ഉള്ളിലോട്ടും മുത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് കോർത്ത് വെച്ചാൽ മതി. അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെളിയിലോട്ട് വരില്ല. അവിടെ ഒരു ഫിനിഷിംഗ് ആയിരിക്കും. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റം അവിടെ കാണും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ ബീഡ്സ് കോർത്ത് കഴിഞ്ഞ് നമുക്കിനി കുന്താൻ കോർക്കാം. ഇതെങ്ങനെ അവരുടെ 4 ഭാഗത്തും ഹോളുള്ള 4 ഹോൾ കുന്താനാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റോണുള്ള കുന്താൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് 1 രൂപയാണ് വില വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു കുഞ്ഞ് ഗോൾഡൻ കളർ ബീഡ് കോർത്ത്, വീണ്ടും ഒരു ട്യൂബ് കോർത്ത്, വീണ്ടും ഒരു ഗോൾഡൻ കളർ കുഞ്ഞ് മുത്ത് കോർത്ത്, ഒരു കുന്താൻ കോർത്തു. ഇതേ ഓർഡറിലാണ് ഇനിയും ചെയ്യുന്നത്. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഒരു മുത്ത്, ഒരു ട്യൂബ്, വീണ്ടും ഒരു മുത്ത്, വീണ്ടും ഒരു കുന്താൻ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സെറ്റ് കോർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതേ ഓർഡറിൽ നമുക്കിനി ബാക്കിയെല്ലാം കോർക്കാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെയാണ് കോർക്കേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ കംപ്ലീറ്റ് ഒന്ന് കോർത്തെടുക്കാം. കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. അപ്പോൾ നമുക്കിത് കോർക്കാം. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാക്കറ്റ് ഗോൾഡൻ കളർ മുത്തിന്, അതായത് ഒരു 100 എണ്ണമൊക്കെയുള്ളതിനൊക്കെയാണ് ഒരു 30 രൂപയാണ് വില വരുന്നത്. ട്യൂബിന് ഒരെണ്ണത്തിന് 1 രൂപ. നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ 1 രൂപയുടെ താഴെ വില വരുള്ളൂ. അതുപോലെ ഈ കുന്താനാണെങ്കിലും 1 രൂപയാണ് വില വരുന്നത്. അതും നമ്മൾ 100 എണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ 80 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ലാഭമാണ്. നമ്മൾ മൊത്തം കോർത്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റിങ് കോർത്ത പോലെ തന്നെ ലാസ്റ്റ് നമുക്ക് റിങ് കോർക്കണം. അപ്പം അതിന് വേണ്ടി ആദ്യം ഒരു ഗിയർ ലോക്ക് കോർത്ത ശേഷം വീണ്ടും ഒരു റിങ് കോർത്തു. അപ്പോൾ ഈ ജംബ് റിങ് കോർത്ത ശേഷം വീണ്ടും ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഈ വയർ എടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അതവിടെ ടൈറ്റ് ആയിരുന്നോളും, പിന്നെ അഴിഞ്ഞു വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. നമ്മൾ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണ്. മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന വയർ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ മുത്തിൻ്റെയും ഒരു ട്യൂബിൻ്റെയും ഉള്ളിലൂടെ എടുത്ത ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. അല്ലാതെ ഫസ്റ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഞ്ഞു കുറ്റു പോലെ ഇങ്ങനെ നിൽക്കും, അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ചിലപ്പോൾ അത് കഴുത്തിലേക്ക് ഇട്ടാൽ കുത്തുകയും ചെയ്യും. നമ്മൾ ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെ എടുത്ത ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ മാല റെഡിയായി. ഇനി ഈ കുന്താനിലെല്ലാം നമുക്ക് ഈ ലോറിയൽസ് കോർക്കാം. കുറച്ച് ഭംഗിക്ക് വേണ്ടി ആ ലോറിയൽസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും മതി. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലോറിയൽസ് കോർക്കാം. ലോറിയൽസ് കോർക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ജംബ് റിങ് എടുക്കുക. അതിലോട്ട് ഈ ബ്ലൂ കളർ ലോറിയൽസ് ഇങ്ങനെ ഓരോന്നായിട്ട് കോർക്കാം. അത് സ്ക്രീനിൻ്റെ പുറത്ത് പോയി കോർക്കുന്നത് വീഡിയോയിൽ വന്നില്ല. ലോറിയൽസ് കോർക്കുന്നതിൻ്റെ ഞാൻ മുൻപ് നിറയെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജംബ് റിങ് ഒന്ന് അകത്തിയിട്ട് അതിലോട്ട് ഓരോ ലോറിയൽസായിട്ട് കോർത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ കുന്താൻ്റെ അടിഭാഗത്തുള്ള ഹോളിൽ കോർക്കുക. അപ്പോൾ ഇതിന് 4 സൈഡിലും ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ലോറിയൽസ് കോർക്കുന്നുള്ളൂ. വേണമെങ്കിൽ മറ്റേ 2 ഭാഗത്തു കൂടി കോർക്കാം. അതായത് 3 ഭാഗത്തും ലോറിയൽസ് ആകുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് ലോറിയൽസ് ഇരിക്കും. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കുന്താനിലും ഈ ലോറിയൽസ് കോർക്കാം. ഈ ലോറിയൽസ് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ കുങ്കുരു എന്ന് പറയുന്നത്. ഈ കുങ്കുരു ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ഡിസൈൻസിനും ഒരു പ്രത്യേക ഭംഗിയാണ്.
അപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് ചെയിനാണ് നമുക്കിവിടെ കോർക്കേണ്ടത്. ബാക്ക് ചെയിൻ നമ്മൾ സാധാരണ ഈ ത്രെഡ് ഉണ്ടല്ലോ, യെല്ലോ കളർ ത്രെഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ പല കളേഴ്സ് കിട്ടും. ഇപ്പോൾ ബ്ലൂ കളറാണെങ്കിൽ നമുക്ക് ഈ മാലയ്ക്ക് മാച്ച് ആയിരിക്കും. ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോൾഡൻ കളർ ബാക്ക് ചെയിൻ 25 റുപ്പീസ് അല്ലെങ്കിൽ 30 റുപ്പീസ് ഒക്കെയാണ്. ഒത്തിരി ക്വാളിറ്റി ഉള്ളത് കളർ പുകാത്തതൊക്കെ ആകുമ്പോൾ 30 റുപ്പീസ് ആവും, അല്ലെങ്കിൽ 10 രൂപയ്ക്കാണെങ്കിലും കിട്ടും. പക്ഷേ അത് നമ്മൾ 1-2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴേക്കും ബാക്ക് സൈഡിൽ കളറൊക്കെ പോകും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നാൾ നിൽക്കുന്നതാണ് കളർ പോകാതെ. അപ്പോൾ നമ്മൾ ഇത് കോർക്കുക. ഈ ജംബറിങ് ആദ്യം കോർത്തത് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് ഈ ബാക്ക് ചെയിനിലുള്ള ആ കണ്ണിയിൽ ഇത് കോർത്ത് നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സജഷൻസ്, ഒപ്പീനിയൻസ്, ഏതെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസൈൻസ് പറയുക, ഉണ്ടാക്കി തരാം. അതെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.